ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അരുന്ധതിയോട് സംസാരിച്ചിരിക്കുന്ന പ്രഭയെ കണ്ട് രക്തം തിളയ്ക്കുകയാണ് ഋഷിയുടെ. അരുന്ധതിയുടെ ഗതി ഒരമ്മയ്ക്കും വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നെല്ലാം പ്രഭ പറയുമ്പോൾ എനിക്ക് അതിനു മാത്രം വിഷമമൊന്നുമില്ലെന്നും ഋഷിയെ കാണാനില്ലെങ്കിലും അവൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ തൻ്റെ കൈകൊണ്ട് ഋഷിയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ തൻ്റെ മുൻപിൽ പൊട്ടിക്കരിഞ്ഞ കാര്യങ്ങളെല്ലാം പ്രഭ ഓർത്തു പോകുന്നു. അങ്ങനെ പ്രഭ അവിടെ നിന്നും പോയതിനു ശേഷം അവരെന്തിനാണ് ഈ വീട്ടിൽ കയറ്റിയത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഋഷി അരുന്ധതിയുടെ നേരെ ചൂടാവുമ്പോൾ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അരുന്ധതി പറയുന്നുണ്ടെങ്കിലും എല്ലാം അവരുടെ നാടകമാണെന്നും ഇനി ഇത് ആവർത്തിക്കരുതെന്നും അവരോടുള്ള പക തീർക്കാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഋഷിയുടെ ആ വാക്കുകൾ കേട്ട് അരുന്ധതിയും ആകെ വല്ലാതാവുന്നുണ്ട്. പിന്നീട് തന്ത്രപരമായ ഒരു പദ്ധതിയിലൂടെ നന്ദേട്ടൻ ഇസബെല്ലയോടൊപ്പമാണെന്നുള്ള കാര്യം ഷാരി മനസ്സിലാക്കുന്നു. കെവിൻ വിചാരിച്ചിരിക്കുന്നത് ഷാരിയയ്ക്ക് തന്നോട് മുടിഞ്ഞ പ്രണയമാണെന്നാണ്. എല്ലാവർക്കും ഇടയിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കി എൻ്റെ ചേച്ചിയെ രക്ഷിക്കാനാണ് രക്ഷിക്കുന്നതുവരെ ഞാൻ ഈ പ്രണയക്കളി തുടരുമെന്ന് സ്വയം മനസ്സിൽ പറയുന്നുണ്ട് ഷാരി. പിന്നീട് നന്ദേട്ടൻ ഇസബെല്ലയോടൊപ്പമാണെന്ന് ഞാൻ എൻ്റെ സ്പൈ വർക്കിലൂടെ മനസ്സിലാക്കിയെന്നും ഇനി ചേച്ചിയുടെ കയ്യിലാണ് എല്ലാം എന്നെല്ലാം ഷാരിക പറയുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ദേവിക ഇസബെല്ലയെ വിളിക്കുന്നു. നന്ദന് ഫോൺ കൊടുക്കാൻ ദേവിക ആവശ്യപ്പെടുമ്പോൾ നന്ദനെ ഞാൻ ഇന്നലെയാണ് കണ്ടതെന്നും ഇപ്പം ഞാനൊരു ഫംഗ്ഷനിലാണെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇസബെല്ല ചെയ്യുന്നത്. അങ്ങനെ ആകെ തളർന്നു പോകുന്ന ദേവിയോടായിട്ട് ഷാരിക പറയുന്നുണ്ട്, ചേച്ചി ഒരു MLA ആണ്, അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് പലതും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി ദേവിക്ക് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ മനസ്സിൽ എന്തോ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടെന്ന പോലെ ദേവി നേരെ ചന്ദ്രോത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ദേവി വരുന്നത് മുകളിൽ നിന്നും കാണുന്നുണ്ട് കേട്ടോ സിദ്ധു. തുടർന്ന് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മോളെ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ഇസബെല്ലയോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നും സ്വന്തം ഭാര്യയെ വഞ്ചിക്കുകയാണ് എന്നൊരു കുറ്റബോധം പോലും നന്ദുവിനില്ല. ഞാൻ വിളിച്ചപ്പോൾ നന്ദു എൻ്റെ കൂടെ ഇല്ലെന്നാണ് കള്ളം പറയുകയാണ് ബെല്ല ചെയ്തത്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നന്ദു ഇസബെല്ലയോടൊപ്പം തന്നെയുണ്ടെന്നെല്ലാം ദേവി പറയുമ്പോൾ പ്രഭയും സിദ്ധുവും അത് കേട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതെല്ലാം സത്യമാണെന്ന് വരികയാണോ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നെല്ലാം സിദ്ധു പറയുമ്പോൾ അച്ഛനൊന്നും ചെയ്യണ്ട, എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബെല്ലയുടെ ഫോൺ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈബർ സെല്ലിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടനെ തന്നെ കണ്ടെത്തി വിവരം തരുമെന്നും പറയുന്നുണ്ട് കേട്ടോ ദേവിക. തുടർന്ന് പ്രഭയോടായിട്ട് ദേവിക പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും അമ്മയ്ക്ക് ഒന്നും പറയാനില്ലേ എന്ന് ദേവി ചോദിക്കുമ്പോൾ ദേവിയുടെ മുന്നിൽ തല കുനിഞ്ഞു പോവുകയാണ് പ്രഭയുടെ. ഒരുപക്ഷെ ഇസബെല്ലയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും അവൻ ആ ഫയൽ മോഷ്ടിച്ചിരിക്കുന്നത്, നമ്മളറിയാത്ത എന്തോ ഇതിന് പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സിദ്ധു. സത്യങ്ങളെല്ലാം മറന്നേക്കി പുറത്തു വരാൻ പോവുകയാണ് അച്ഛാ, ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു തന്നെ ദേവിയും പറയുന്നുണ്ട്. പിന്നീട് ഷാരിക വീണ്ടും കെവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തന്ത്രപരമായി കെവിനിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനുശേഷം കാണിക്കുന്നത് കെവിൻ അരുന്ധതിയുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ പ്രഭ വന്ന കാര്യങ്ങളെല്ലാം കെവിനോടായിട്ട് അരുന്ധതി പറയുന്നുണ്ട്. ഫയൽ മോഷണം പോയതിൻ്റെ പേരിൽ ദേവിക നന്ദനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും നന്ദനെ പോലീസ് പൊക്കിക്കഴിഞ്ഞാൽ അവൻ തന്നെ കുടുങ്ങും എന്നുള്ള രീതിയിലാണ് ഇസബെല്ല കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേണോ കെവിനെ എന്നെല്ലാം അരുന്ധതി ചോദിക്കുമ്പോൾ ആൻറ്റി ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ കെവിൻ. ഇതേ സമയം ഋഷി അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്യണം, അതോടുകൂടി ആ കുടുംബത്തിൽ ആർക്കും സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാവരുത്, ആ കുടുംബം ശിഥിലമായി പോകണം, അവരോട് പ്രതികാരം പൂർത്തിയാക്കാനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ, അതിനിടയിൽ അമ്മയുടെ പക തീർത്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ആ പ്രഭ ശ്രമിക്കുന്നത്, വേറെ വഴിയില്ലെങ്കിൽ അവരെ തീർത്ത് കളയാനും ഞാൻ മടിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്രതികാരത്തോടു കൂടി പറയുന്നുണ്ട് ഋഷി. പിന്നീട് ഇസബെല്ലയും നന്ദനും ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ച് നന്ദനെ കാണുന്ന ഒരാൾ ഇത് ആ സിദ്ധാർത്ഥൻ്റെ മകൻ നന്ദനല്ലേ എന്നൊരു ഡൗട്ട് അയാൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നന്ദൻ തൻ്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് നന്ദനെ തേടി ഇവിടെ എത്തുമെന്നും കുടുങ്ങുന്നെങ്കിൽ നീയേ കുടുങ്ങുന്നെന്താ, ഏതായാലും നന്ദൻ്റെയും ദേവികയുടെയും ജീവിതം ഇതിനകം വിള്ളൽ വീണു കഴിഞ്ഞു, ഇനി ഇസബെല്ലയാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നെല്ലാം മനസ്സിൽ പറഞ്ഞു ചിരിക്കുന്നുണ്ട് കേട്ടോ ബെല്ല. പിന്നീട് ഹോട്ടലിൽ കണ്ട അയാൾ സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് സിദ്ധാർത്ഥൻ്റെ മകൻ ഒരു സ്ത്രീയോടൊപ്പം ഇവിടെ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം സിദ്ധുവിനെ അറിയിക്കുന്നു. അത് കേട്ട് സിദ്ധു ആണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇസബെല്ല ഐസക്കിനോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം നന്ദൻ കേൾക്കാനിടയാവുന്നുണ്ട്. അതായത് നന്ദൻ എന്നോടൊപ്പമാണെന്ന് ദേവിക്ക് എന്തോ ഇവിടെ ഒന്നും വിവരം കിട്ടിയിട്ടുണ്ട്, പാപ്പൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണം, നന്ദനെ കുറച്ച് നാളുകൂടി നമുക്കിങ്ങനെ പന്ത് തട്ടുന്നത് പോലെ തട്ടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇസബെല്ല ഫോണിലൂടെ പറയുന്നതെല്ലാം നന്ദൻ കേൾക്കാൻ ഇടയാവുന്നുണ്ട്.
അതോടുകൂടി തന്നെ എല്ലാം ഇസബെല്ലയുടെ ചതിയാണ് എന്നുള്ള ഒരു കാര്യം നന്ദു മനസ്സിലാക്കിയെടുക്കുന്നു. പക്ഷേ അതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം തിരുത്തി വരുമ്പോഴത്തേക്കും ഇതേ സമയം തന്നെ നന്ദനെ പോലീസ് വന്ന് ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്